ദക്ഷിണ ഭാരതത്തിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ വൈക്കം ശിവക്ഷേത്രത്തിലാണ് ഞങ്ങളിന്നുള്ളത്. കോട്ടയം ജില്ലയിലെ വൈക്കം നഗരത്തിൻ്റെ ഒത്ത മധ്യഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതിപ്പോരുന്നു. ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. ഇതാണ് വലിയ ബലിക്കൽപുര. 10 അടിയോളം ഉയരത്തിലാണ് ബലിക്കൽപുര സ്ഥാപിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്ത് ഗോപുരത്തിനടുത്തും കൊടിമരത്തിനടുത്തും 2 ആനക്കൊട്ടിലുകളാണുള്ളത്. ആനക്കൊട്ടിലിനും ബലിക്കൽപുരയ്ക്കും ഇടയ്ക്കാണ് ക്ഷേത്രപ്രൗഢിക്ക് മകുടം ചാർത്തുന്ന സ്വർണ്ണധ്വജം. നന്ദിയെ ശിരസിലേറ്റുന്ന ഈ സ്വർണ്ണ കൊടിമരത്തിന് 600 അടി ഉയരമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിൽ ഒന്നാണിത്. കേരളത്തിലെ വിഖ്യാതമായ സ്തംഭ ഗണേശ പ്രതിമയും ബലിക്കൽപുരയോട് ചേർന്ന് നിൽക്കുന്നു. ത്രേതായുഗത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ നടന്നിട്ടുള്ളത് എന്ന് വിശ്വസിച്ചു പോരുന്നു. പരമശിവഭക്തനായ ഖരൻ തപസ്സനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാദേവൻ അദ്ദേഹത്തിന് 3 ജ്യോതിർലിംഗങ്ങൾ നൽകുകയും ഈ ശിവലിംഗങ്ങൾ കൊണ്ടുപോയി യഥാവിധി പൂജ നടത്തി മോക്ഷം നേടാമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് ഖരൻ അവയും വഹിച്ചുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി. അതിൽ ഏറ്റവും വലിയ ശിവലിംഗം വൈക്കത്ത് പ്രതിഷ്ഠിച്ചു. മറ്റു 2 എണ്ണം ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു. ശിവാരാധനയിൽ മുഴുകി ഖരൻ കാലം കഴിക്കുകയും ഹിമാലയത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം പോകുകയും ചെയ്തു. അതിനുശേഷം പരശുരാമൻ യാത്രാമധ്യേ ഇവിടെ എത്തുകയും ശിവലിംഗം കണ്ടെടുക്കുകയും യഥാവിധി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തി ഉചിതമായ രീതിയിൽ പൂജിക്കുന്നതിനുള്ള ഏർപ്പാടുമുണ്ടാക്കി അദ്ദേഹം യാത്ര തുടർന്നു. അക്കാലത്ത് പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. 3 ഭാവങ്ങളിലായാണ് ഇവിടെ മഹാദേവൻ കുടികൊള്ളുന്നത്. രാവിലെ പന്തീരടി പൂജ വരെ ദക്ഷിണാമൂർത്തിയായും, പന്തീരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജ വരെ കിരാതമൂർത്തിയായും, വൈകുന്നേരം പാർവതീദേവിയോടൊപ്പം സകുടുംബം വിരാജിക്കുന്ന മംഗളമൂർത്തിയായുമാണ് മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്ര ശ്രീകോവിൽ വട്ടശ്രീകോവിലാണെന്ന് തോന്നുമെങ്കിലും അണ്ഡാകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പെരുന്തച്ഛനാണ്. 2 അകങ്ങളോടുകൂടിയാണ് ശ്രീകോവിൽ. കരിങ്കല്ലിലും ഒറ്റക്കല്ലിലും തീർത്ത ബലിഷ്ഠമായ തൂണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മുഖമണ്ഡപം. മേൽക്കൂര അടക്കം മുഴുവനും കരിങ്കല്ലിൽ പണിത് സമചതുരാകൃതിയിലാണ് പരിപാവനമായ ഗർഭഗൃഹം. 5 അടിയോളം ഉയരമുള്ള ശിവലിംഗമാണിവിടെ. ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള തീർത്ഥക്കുളം ഗംഗാപ്രഭാത തീർത്ഥമെന്നും അഭിഷേകത്തിന് നിവേദ്യം തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനു വേണ്ടി ശ്രീകോവിലിൻ്റെ ഈശാന കോണിൽ സ്ഥിതി ചെയ്യുന്ന കിണറിനെ ശിവാനന്ദ തീർത്ഥമെന്നും അറിയപ്പെടുന്നു. ക്ഷേത്രാങ്കണത്തിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന കുളം ആർത്തിവിനാശന തീർത്ഥമെന്നും അറിയപ്പെടുന്നു. ഇവിടെ നന്ദി വിഗ്രഹവും കാണാം. ഭക്തജനങ്ങൾ തങ്ങൾക്ക് പറയാനുള്ളത് നന്ദിയുടെ ചെവിയിലൂടെ ഭഗവാനെ അറിയിക്കുന്നു. ചുറ്റമ്പലമെല്ലാം വിളക്കുമാടങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും കാണാം. ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഭസ്മമാണ്. തിരുവൈക്കത്തപ്പൻ ബ്രാഹ്മണ വേഷം ധരിച്ച് ദേഹണ്ഡം ചെയ്തു എന്നറിയപ്പെടുന്ന വലിയ അടുക്കളയിലെ അടുപ്പിൽ നിന്നും എടുക്കുന്ന ചാരമാണ് വിശിഷ്ടമായ ഈ പ്രസാദം. ഈ ഭസ്മത്തിന് വളരെയധികം അത്ഭുതസിദ്ധിയുണ്ടെന്ന് പറയപ്പെടുന്നു. വിഷബാധ, ഭയം, അപസ്മാരം, വ്രണം മുതലായവ മാറുന്നതിന് ഈ വിഭൂതി ഫലവത്താണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ അന്നദാനപ്രിയനാണ്. ഇവിടുത്തെ അന്നദാനം കഴിക്കുന്നത് അതിവിശിഷ്ടവും സർവപാപഹരവുമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുടികൊള്ളുന്ന സർപ്പചൈതന്യങ്ങളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നതിന് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് തെക്കുവശത്തായി പ്രത്യേകം ആൽത്തറയുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സർപ്പദൈവങ്ങൾക്ക് പൂജയുള്ളൂ. കുംഭമാസത്തിലെ ആയില്യമാണ് ഇവിടെ സർപ്പപൂജയുള്ളത്. വ്യാഘ്രപാദ മഹർഷിക്ക് പരമശിവൻ ദർശനം നൽകിയതും ഈ സ്ഥലത്ത് വെച്ചാണ്. അതിനാൽ ഇവിടം വ്യാഘ്രപാദപുരം എന്നും അറിയപ്പെടുന്നു. മഹർഷി ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വ്യാഘ്രപാദ മണ്ഡപം ഉള്ളത്. ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നട ഇപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. ക്ഷേത്രം ഊരായ്മക്കാരിൽ ഒരാൾ ക്ഷേത്രം അശുദ്ധമാക്കുകയും പടിഞ്ഞാറേ നട വഴി പുറത്തേക്കിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു സർപ്പം ദംശിച്ച് അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു. അപ്പോൾ ഒരു അരുളപ്പാടുണ്ടായി, ഈ പടിപ്പുര ഇനി അടഞ്ഞു തന്നെ കിടക്കണമെന്നും. അന്ന് അടഞ്ഞ പടിപ്പുര ഇതുവരെ തുറന്നിട്ടില്ല. അതിവിശാലമായ ഊട്ടുപുരകളോട് കൂടിയ ക്ഷേത്രം 10 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. അതിവിശിഷ്ടമായ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ദർശന സായുജ്യമുണ്ടാകട്ടെ. താങ്ക് യു.